നമസ്കാരം, സ്വാഗതം. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഈ റവന്യൂ അല്ലെങ്കിൽ വരുമാനമാണല്ലോ. പക്ഷെ ഒരു കമ്പനി എപ്പോഴാണ് ഈ കിട്ടിയ പണം അവരുടെ വരുമാനമായിട്ട് കണക്കിൽ കാണിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സേവനം ഉപയോഗിക്കുമ്പോൾ പൈസ കൊടുക്കുമല്ലോ, അത് അപ്പം തന്നെ അവർ വരുമാനമായി എഴുതുമോ? ഇതിനൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായ ചില നിയമങ്ങളുണ്ട്. അതാണ് ഈ IFRS 15. നിങ്ങളുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് കുറച്ചുകൂടി വിശദമായി നോക്കുന്നത്. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഈ വരുമാനം എപ്പോ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഒരു കമ്പനിയുടെ പെർഫോമൻസ് പുറത്തുള്ളവർ എങ്ങനെ കാണുന്നു എന്നത്. ഇത് വെറുമൊരു അക്കൗണ്ടിംഗ് റൂൾ എന്നതിനേക്കാൾ കമ്പനിയുടെ ശരിക്കുള്ള സാമ്പത്തിക അവസ്ഥ കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങളുടെ പ്രൊഫഷണൽ പഠനത്തിലും ഓർത്തിരിക്കണം. ഈ റവന്യൂ റെക്കഗ്നിഷൻ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ ഈ IFRS 15 വെച്ചിട്ട് റവന്യൂ റെക്കോർഡ് ചെയ്യാൻ ഒരു ചിട്ടയായ രീതിയുണ്ട് അല്ലേ? ഒരു 5 സ്റ്റെപ്പ് മോഡല്. കസ്റ്റമേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ നിന്നുള്ള വരുമാനം തിരിച്ചറിയാനും റെക്കോർഡ് ചെയ്യാനുമുള്ള ഒരു ഫ്രെയിംവർക്ക്. നമുക്ക് 5 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. 1. കസ്റ്റമറുമായുള്ള കരാർ, അതായത് കോൺട്രാക്റ്റ് വ്യക്തമായിട്ട് തിരിച്ചറിയുക. 2. ആ കോൺട്രാക്റ്റിൽ കമ്പനി എന്തൊക്കെ പ്രത്യേക സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ ആ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് തിരിച്ചറിയുക. 3. ഈ മൊത്തം ഡീലിന് എത്ര രൂപ കിട്ടുമെന്ന് കണക്കാക്കുക, അതായത് ട്രാൻസാക്ഷൻ പ്രൈസ് തീരുമാനിക്കുക. 4. ഈ മൊത്തം വിലയെ നേരത്തെ കണ്ടുപിടിച്ച ഓരോ പെർഫോമൻസ് ഒബ്ലിഗേഷനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീതിച്ചു കൊടുക്കുക. 5. ഓരോ പെർഫോമൻസ് ഒബ്ലിഗേഷനും കമ്പനി എപ്പോഴാണോ പൂർത്തിയാക്കുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ ആ കാലയളവിൽ അതിനനുസരിച്ചുള്ള വരുമാനം റെക്കോർഡ് ചെയ്യുക. ഈ 5 സ്റ്റെപ്പിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. തീർച്ചയായും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കരാറ് തിരിച്ചറിയുക. എന്താണൊരു കരാർ എന്ന് IFRS 15 പറയുന്നത്? ഒരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമതായി, അതിലുള്ള എല്ലാ പാർട്ടീസും അത് അംഗീകരിക്കണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. രണ്ടാമത്, ഓരോരുത്തരുടെയും അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിരിക്കണം. മൂന്നാമത്, പേയ്മെന്റ് ടേംസ്, അതായത് പണം എപ്പോ എങ്ങനെ കിട്ടുമെന്നുള്ള വ്യവസ്ഥകൾ കൃത്യമായിരിക്കണം. നാലാമതായി, ഇതിനൊരു കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ്, ഒരു വാണിജ്യപരമായ അടിസ്ഥാനം വേണം. അതായത് ഇത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ മാറ്റുന്നൊന്നായിരിക്കണം. പിന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, ഈ കരാർ പ്രകാരമുള്ള പണം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്, അതായത് പ്രോബബിൾ കളക്ഷൻ എന്ന് ഉറപ്പുണ്ടായിരിക്കണം. അവസാനത്തെ പോയിന്റ്, ഈ പണം കിട്ടാൻ സാധ്യതയുണ്ട് എന്നത് അത് പ്രാക്ടിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. കാരണം കരാർ ഉണ്ടായാലും പണം കിട്ടില്ലെന്ന് തോന്നിയാൽ പിന്നെ ആ വരുമാനം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റിലെ വേഡ് കമ്പനിയുടെ ഉദാഹരണം നോക്കിയാൽ അവർ കമ്പ്യൂട്ടറും ടെക്നിക്കൽ സപ്പോർട്ടും $420 വിൽക്കുന്നു. അവിടെ പണം കിട്ടാൻ സാധ്യതയുണ്ട്, അതൊരു കരാറാണ്. പക്ഷേ ഈ മോണോക്കോ എന്ന വേറൊരു കേസിൽ കസ്റ്റമറുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, പണം കിട്ടുമെന്ന് സംശയമുണ്ട്. അപ്പോൾ ആ കരാറിൽ നിന്ന് റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതെ, അത് വളരെ ശരിയാണ്. പണം കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ഒരു കരാറ് നിലവിലുണ്ടെന്ന് IFRS 15 പ്രകാരം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ പണം കയ്യിൽ കിട്ടിയാൽ പോലും അതൊരു ലയബിലിറ്റി, ഒരു ബാധ്യതയായിട്ടാണ് വയ്ക്കുക, വരുമാനമായിട്ടല്ല. ഇതുവരെ എന്നാൽ ആ പണം തിരികെ കൊടുക്കേണ്ട ആവശ്യം ഇല്ലാതാവുകയോ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥകൾ പാലിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം. അതായത് കരാറിലെ പ്രത്യേക നിർവഹണ ബാധ്യതകൾ, സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് തിരിച്ചറിയുക. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നെന്ന് തോന്നുന്നു. കാരണം ഒരു കരാറിൽ തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഓരോ വാഗ്ദാനവും ഒരു പ്രത്യേക ബാധ്യതയാണോ എന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുക? എന്താണ് ഈ നിർവഹണ ബാധ്യത അഥവാ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്നുവെച്ചാൽ കരാർ പ്രകാരം കസ്റ്റമർക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ച വ്യതിരിക്തമായ, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയ ഒരു സാധനമോ സേവനമോ അല്ലെങ്കിൽ ഇവയുടെ ഒരു കൂട്ടമോ ആണ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ 2 കാര്യം നോക്കണം. ഒന്ന്, കസ്റ്റമർക്ക് ആ സാധനത്തിൽ നിന്നോ സേവനത്തിൽ നിന്നോ ഒറ്റയ്ക്കൊരു ഗുണം കിട്ടാൻ പറ്റണം, അല്ലെങ്കിൽ സാധാരണ കിട്ടുന്ന വേറെന്തെങ്കിലും വെച്ചുപയോഗിക്കാൻ പറ്റണം. 2,
ആ കരാറിലുള്ള മറ്റു വാഗ്ദാനങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിച്ച് കാണാൻ പറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞ വേഡ് കമ്പനിയുടെ കേസിൽ കമ്പ്യൂട്ടർ എന്നത് ഒരു ഡിസ്റ്റിങ്ക്ട് സാധനമാണ്. അതുപോലെ 12 മാസത്തെ ടെക്നിക്കൽ സപ്പോർട്ട് ഒരു ഡിസ്റ്റിങ്ക്ട് സേവനവുമാണ്. കസ്റ്റമർക്ക് കമ്പ്യൂട്ടർ മാത്രമായും ഈ സപ്പോർട്ട് ചിലപ്പോൾ വേറൊരു കമ്പ്യൂട്ടറിന് മാത്രമായി ഉപയോഗിക്കാം. അതുകൊണ്ട് അവിടെ 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന വാറന്റി, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന ഫ്രീ സർവീസ്, ഇതൊക്കെ ഇങ്ങനെ പ്രത്യേക ബാധ്യതകളായിട്ട് കാണുന്നു? നല്ല ചോദ്യം. അത് സാഹചര്യത്തിനനുസരിച്ച് മാറും. സാധാരണ കിട്ടുന്ന സ്റ്റാൻഡേർഡ് വാറന്റി, അതായത് നിയമപരമായി കൊടുക്കേണ്ടത്, അതൊരു പ്രത്യേക ബാധ്യതയായിട്ട് സാധാരണ കാണാറില്ല. പക്ഷേ ഒരു എക്സ്റ്റെൻഡഡ് വാറന്റി, അതായത് കൂടുതൽ കാലത്തേക്കോ കൂടുതൽ കാര്യങ്ങൾക്കോ ഉള്ളത്, കസ്റ്റമർക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ അതൊരു പ്രത്യേക ബാധ്യതയാവാം. കാറിന്റെ കൂടെയുള്ള ഫ്രീ സർവീസ് മിക്കവാറും ഒരു പ്രത്യേക ബാധ്യതയായിരിക്കും. ഈ സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യമാണ് പ്രിൻസിപ്പൽ ആണോ ഏജന്റ് ആണോ എന്നത്. അതായത് കമ്പനി നേരിട്ടാണോ കസ്റ്റമർക്ക് സാധനം കൊടുക്കുന്നത്, പ്രിൻസിപ്പൽ, അതോ വേറൊരാൾക്ക് വേണ്ടി ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുകയാണോ ഏജന്റ്. ഹാഡ്രിയൻ കോ എന്ന ഉദാഹരണം നോക്കാം. അവര് $45,000 സാധനങ്ങൾ ഓഫ എന്ന കമ്പനിക്ക് വേണ്ടി വിൽക്കുന്നു. ഇവിടെ സാധനത്തിന്റെ കൺട്രോൾ ഹാഡ്രിയൻ ഇല്ല, അവരൊരു ഏജന്റ് മാത്രമാണ്. അവർക്കിതിന് 10% കമ്മീഷൻ കിട്ടും. ഈ കേസിൽ ഹാഡ്രിയന്റെ വരുമാനം ആകെ കമ്മീഷനായ $4,500 ആണ്, അല്ലാതെ മൊത്തം വിറ്റ $45,000 അല്ല. പ്രിൻസിപ്പലാണ് സാധാരണഗതിയിലെ ആ സാധനം കസ്റ്റമർക്ക് കൊടുക്കുന്നതിനു മുമ്പുള്ള റിസ്ക് ഒക്കെ എടുക്കുന്നത്. അത് വളരെ ക്ലിയറായി. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. കരാറ് തിരിച്ചറിഞ്ഞു, അതിലെ പ്രത്യേക ബാധ്യതകളും വേർതിരിച്ചു. ഇനി 3ാമത്തെ സ്റ്റെപ്പ്, ട്രാൻസാക്ഷൻ പ്രൈസ്, അതായത് ഇടപാടിന്റെ വില തീരുമാനിക്കുക. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും കരാറിൽ പറയുന്ന വില തന്നെ ആവണമെന്നില്ല ശരിക്കും റെക്കോർഡ് ചെയ്യേണ്ട വില, അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നോക്കേണ്ടത്? ശരിയാണ്. ഈ ട്രാൻസാക്ഷൻ പ്രൈസ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും അത്ര എളുപ്പമാവില്ല. പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടി വരും. പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1. വാരിയബിൾ കൺസിഡറേഷൻ, അതായത് കരാറിലെ വില ചിലപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന് ഡിസ്കൗണ്ടുകൾ, റിബേറ്റുകൾ, റീഫണ്ടുകൾ, അല്ലെങ്കിൽ പെർഫോമൻസ് ബോണസ്, ഇൻസെന്റീവ്സ്, ഇതൊക്കെ. ഇവയുടെയൊക്കെ സാധ്യതയും തുകയും കമ്പനി ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ട്രാൻസാക്ഷൻ പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. 2. സിഗ്നിഫിക്കന്റ് ഫിനാൻസിംഗ് കോമ്പണന്റ്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പണം കൊടുക്കുന്നതും സാധനം അല്ലെങ്കിൽ സേവനം കിട്ടുന്നതും തമ്മിൽ നല്ല സമയവ്യത്യാസമുണ്ടെങ്കിൽ, സാധാരണ 1 വർഷത്തിൽ കൂടുതൽ, അതിനർത്ഥം ആ വിലയിൽ ഒരു പലിശയുടെ എഫക്റ്റ് ഉണ്ടാവാമെന്നാണ്. പണത്തിന് സമയത്തിനനുസരിച്ച് മൂല്യവ്യത്യാസം വരുമല്ലോ, ടൈം വാല്യൂ ഓഫ് മണി. കീമാക്കോ ഉദാഹരണത്തിൽ $750,000 ഫർണിച്ചർ വിൽക്കുന്നു, പക്ഷെ പണം കിട്ടുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോ ഈ 750,000 എന്നത് ഇന്നത്തെ വിലയല്ല. നമ്മൾ ആ പലിശയുടെ ഭാഗം ഒഴിവാക്കി ഇന്നത്തെ വാല്യൂവിലേക്ക്, പ്രസന്റ് വാല്യൂവിലേക്ക് ഡിസ്കൗണ്ട് ചെയ്ത് വേണം ശരിക്കുള്ള സെയിൽസ് പ്രൈസ് കാണാൻ. ഓഹോ, അപ്പൊ പണം നേരത്തെ കിട്ടിയാലും അല്ലെങ്കിൽ വൈകി കിട്ടിയാലും അത് ട്രാൻസാക്ഷൻ പ്രൈസിനെ ബാധിക്കാം. ഇത് ശരിക്കുള്ള വരുമാനം മനസ്സിലാക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഘടകങ്ങളുണ്ടോ? ഉണ്ട്. 3ാമതായി നോൺ ക്യാഷ് കൺസിഡറേഷൻ. ചിലപ്പോൾ കസ്റ്റമർ പൈസയ്ക്ക് പകരം വേറെ സാധനങ്ങളോ സേവനങ്ങളോ തന്നേക്കാം. അപ്പൊ ആ കിട്ടുന്നതിന്റെ ഫെയർ വാല്യൂ, ന്യായമായ വില കണക്കാക്കി അതാണ് ട്രാൻസാക്ഷൻ പ്രൈസായിട്ട് എടുക്കേണ്ടത്. 4ാമതായി കൺസിഡറേഷൻ പേയബിൾ ടു എ കസ്റ്റമർ. അതായത് ചിലപ്പോൾ കമ്പനി കസ്റ്റമേഴ്സിന്, ഉദാഹരണത്തിന് റീറ്റെയിലർമാർക്ക്, അവരുടെ സാധനം വിൽക്കാൻ സഹായിക്കുന്നതിന് പകരം പണമോ ക്രെഡിറ്റോ വൗച്ചറോ ഒക്കെ കൊടുത്തെന്നിരിക്കും. ഗോൾഡൻ ഗേറ്റ് കോയിൽ ഉദാഹരണത്തിൽ ഒരു റീറ്റെയിലർക്ക് ഷെൽഫിൽ സ്ഥലം കിട്ടാൻ കമ്പനി $1 മില്യൺ കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണയായി ആ റീറ്റെയിലർക്ക് വിൽക്കുന്ന സാധനങ്ങളുടെ ട്രാൻസാക്ഷൻ പ്രൈസിൽ നിന്നുള്ള ഒരു കുറവായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ 20 മില്യൺ വിൽപ്പന നടന്നാൽ റെക്കോർഡ് ചെയ്യുന്ന റവന്യൂ 19 മില്യൺ ആവും. ഇതെല്ലാം നോക്കിയിട്ടാണ് ഫൈനൽ ട്രാൻസാക്ഷൻ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ ട്രാൻസാക്ഷൻ പ്രൈസ് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലോജിക്കൽ സ്റ്റെപ്പ് ഈ വിലയെ എങ്ങനെ വീതിക്കാം എന്നതാണല്ലേ? അതാണ് 4ാമത്തെ ഘട്ടം.
അലോക്കേറ്റ് ദ ട്രാൻസാക്ഷൻ പ്രൈസ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഒന്നിൽ കൂടുതൽ പെർഫോമൻസ് ഓബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ ഈ ടോട്ടൽ പ്രൈസിനെ അങ്ങോട്ടെങ്ങനെ വീതിച്ചു കൊടുക്കും? അതിന്റെ ബേസിക് റൂൾ ഇതാണ്. ഓരോ പെർഫോമൻസ് ഒബ്ലിഗേഷന്റെയും സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്, അതായത് അത് തനിച്ചു വിൽക്കുകയാണെങ്കിലുള്ള വില, അതിന്റെ ആനുപാതികമായിട്ട് വേണം ടോട്ടൽ ട്രാൻസാക്ഷൻ പ്രൈസിനെ വീതിക്കാൻ. ഈ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ആ സാധനമോ സേവനമോ കമ്പനി സാധാരണ ഒറ്റയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എന്ത് വില കിട്ടും എന്നുള്ളതാണ്. വെയ്ഡ് കമ്പനിയുടെ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. അവര് കമ്പ്യൂട്ടർ $300 12 മാസത്തെ സപ്പോർട്ട് $120 സാധാരണ വിൽക്കുന്നത്. രണ്ടിന്റെയും സ്റ്റാൻഡ് അലോൺ വിലകൾ കൂട്ടിയാൽ $420, $300 പ്ലസ് $120. അവരുടെ കോൺട്രാക്ട് പ്രൈസും $420 തന്നെ. അപ്പൊ പിന്നെ എളുപ്പമാണ് കമ്പ്യൂട്ടറിന് $300, സപ്പോർട്ടിന് $120 എന്ന് നേരെ അലോക്കേറ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഈ സ്റ്റാൻഡ് അലോൺ വിലകൾ കൂട്ടുന്നതും കോൺട്രാക്റ്റ് വിലയും ഒന്നാവണമെന്നില്ലല്ലോ. ഒരു പാക്കേജ് ഡീലായിട്ട് വില കുറച്ചു കൊടുത്താലോ? ഷിൻജിക്കോ ഉദാഹരണം പോലെ. അവര് $60,000 സ്റ്റാൻഡ് അലോൺ വിലയുള്ള ഒരു മെഷീനും ഏകദേശം $15,000 വില വരുന്ന നേരിട്ട് വിലയില്ലെങ്കിലും എസ്റ്റിമേറ്റ് ചെയ്തത്, ടെക്നിക്കൽ സപ്പോർട്ടും കൂടി $50,000 എന്ന ഓഫർ പ്രൈസിനാണ് വിൽക്കുന്നത്. ഇവിടെ ആകെ സ്റ്റാൻഡ് അലോൺ വില കൂട്ടിയാൽ $65,000 വരും, 60,000 പ്ലസ് 15,000. പക്ഷേ കോൺട്രാക്ട് പ്രൈസ് $50,000 ഉള്ളൂ. ആ $25,000 ഡിസ്കൗണ്ട് എങ്ങനെ ഈ രണ്ട് സാധനങ്ങൾക്കുമായി വീതിക്കും? അതും ഈ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസിന്റെ പ്രൊപ്പോർഷനിൽ തന്നെ വീതിക്കണം. ഷിൻജിക്കോയുടെ കേസില് മെഷീന്റെ സ്റ്റാൻഡ് അലോൺ പ്രൈസ് $60,000, ടോട്ടൽ $75,000 80%. സപ്പോർട്ടിന്റേത് $15,000, ടോട്ടൽ $75,000 20%. ആകെ ഡിസ്കൗണ്ട് $25,000. ഈ ഡിസ്കൗണ്ടിന്റെ 80%, അതായത് $20,000, മെഷീന്റെ വിലയിൽ നിന്നും 20%, അതായത് $5,000 സപ്പോർട്ടിന്റെ വിലയിൽ നിന്നും കുറയ്ക്കണം. അപ്പം മെഷീൻ അലോക്കേറ്റ് ചെയ്യുന്ന പ്രൈസ് $60,000 മൈനസ് $20,000 ഈക്വൽ ടു $40,000 ആവും. സപ്പോർട്ടിന് അലോക്കേറ്റ് ചെയ്യുന്നത് $15,000 മൈനസ് $5,000 ഈക്വൽ ടു $10,000 ആവും. കണ്ടോ, രണ്ടും കൂട്ടുമ്പോൾ കോൺട്രാക്ട് പ്രൈസായ $50,000 കിട്ടും. ഇങ്ങനെയാണ് ഡിസ്കൗണ്ടുകൾ വീതിക്കേണ്ടത്. ഓക്കെ, വളരെ ക്ലിയറായി. അപ്പോൾ വില വീതിക്കുന്ന രീതിയും മനസ്സിലായി. ഇനി അഞ്ചാമത്തെ അവസാനത്തെ സ്റ്റെപ്പ്, റെക്കഗ്നൈസ് റവന്യൂ, വരുമാനം രേഖപ്പെടുത്തുക. ഇതാണ് ഈ പ്രോസസ്സിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ ഓരോ ബാധ്യതയ്ക്കും വീതിച്ചു വെച്ച വില എപ്പോഴാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുമാനമായിട്ട് കാണിക്കേണ്ടത്? റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടതിന്റെ ബേസിക് പ്രിൻസിപ്പൽ ഇതാണ്. ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ കമ്പനി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ, വെൻ ഓർ ആസ് ദി എൻറ്റിറ്റി സാറ്റിസ്ഫൈസ് എ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ഒരു ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് എപ്പോഴാ പറയാൻ പറ്റുക? ആ ഒബ്ലിഗേഷനുമായി ബന്ധപ്പെട്ട സാധനത്തിന്റെയോ സേവനത്തിന്റെയോ കൺട്രോൾ, അതായത് നിയന്ത്രണം, കസ്റ്റമർക്ക് കൈമാറുമ്പോഴാണ്. ഇവിടെ കൺട്രോൾ എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. നിയന്ത്രണം, കൺട്രോൾ കിട്ടുക എന്ന് വെച്ചാൽ ആ സാധനം ഉപയോഗിക്കാനും അതിൽ നിന്നുള്ള മെയിൻ ബെനിഫിറ്റ്സ് കിട്ടാനും മറ്റുള്ളവരെ അതിൽ നിന്ന് തടയാനുമുള്ള കഴിവ് കസ്റ്റമർക്ക് കിട്ടുക എന്നതാണ്. ഈ കൺട്രോൾ ട്രാൻസ്ഫർ നടക്കുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ഒരു നിശ്ചിത സമയത്ത് അറ്റ് എ പോയിന്റ് ഇൻ ടൈം, അല്ലെങ്കിൽ ഒരു കാലയളവിൽ ഓവർ ടൈം. എന്താണ് ഈ അറ്റ് എ പോയിന്റ് ഇൻ ടൈം എന്നും ഓവർ ടൈം എന്നും പറയുമ്പോഴുള്ള വ്യത്യാസം? അറ്റ് എ പോയിന്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ കൺട്രോൾ കസ്റ്റമർക്കൊരു പ്രത്യേക മൊമെന്റിൽ ഒറ്റയടിക്ക് കിട്ടുന്നു. സാധാരണയായി സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. നിങ്ങൾ കടയിൽ പോയി ഒരു ബുക്ക് വാങ്ങി പൈസ കൊടുത്ത് ബുക്കുമായി ഇറങ്ങുമ്പോൾ അതിന്റെ കൺട്രോൾ നിങ്ങൾക്കായി. ആ കടക്കാരൻ ആ നിമിഷം റവന്യൂ റെക്കോർഡ് ചെയ്യും. കൺട്രോൾ ഒരു പോയിന്റ് ഇൻ ടൈമിൽ ട്രാൻസ്ഫർ ആയി എന്നുറപ്പിക്കാൻ ചില സൂചനകളുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്. അതിൽ പ്രധാനം, കമ്പനിക്ക് പണം കിട്ടാൻ ഇപ്പോൾ ഒരു റൈറ്റ് ഉണ്ട്, പ്രസന്റ് റൈറ്റ് ടു പേയ്മെന്റ്. കസ്റ്റമർക്ക് സാധനത്തിന്റെ ലീഗൽ ടൈറ്റിൽ, നിയമപരമായ ഉടമസ്ഥാവകാശം കിട്ടി, സാധനം ഫിസിക്കലി കസ്റ്റമറുടെ കയ്യിലെത്തി, ഫിസിക്കൽ പൊസഷൻ, അതുമായി ബന്ധപ്പെട്ട റിസ്ക്കും റിവാർഡ്സുമൊക്കെ, സിഗ്നിഫിക്കന്റ് റിസ്ക്സ് ആൻഡ് റിവാർഡ്സ് ഓഫ് ഓണർഷിപ്പൊക്കെ കസ്റ്റമർക്കായി. കസ്റ്റമർ ആ സാധനം ആക്സെപ്റ്റ് ചെയ്തു. കസ്റ്റമർ ഹാസ് ആക്സെപ്റ്റഡ് ദി ആസെറ്റ്. വെയ്ഡ് കമ്പനി ഡിസംബർ 1 കമ്പ്യൂട്ടർ ഡെലിവറി ചെയ്യുമ്പോൾ മിക്കവാറും ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഓക്കെ ആവും. അതുകൊണ്ട് അതിന് അലോക്കേറ്റ് ചെയ്ത $300 അന്ന് തന്നെ അവർ റവന്യൂ ആയി റെക്കോർഡ് ചെയ്യും.
ഇവിടെ തന്നെ കൺസൈൻമെന്റ് ഇൻവെന്ററി പോലുള്ള കേസുകൾ ശ്രദ്ധിക്കണം. ഫ്രോഡ് മോട്ടോർക്കോ കാറുകൾ ഡസ്റ്റി എന്ന ഡീലർക്ക് വിൽക്കാൻ കൊടുക്കുന്നു. ഡസ്റ്റിക്ക് കാർ ഫിസിക്കലായി കിട്ടിയെങ്കിലും അത് വിൽക്കുന്നതുവരെ ഓണർഷിപ്പ് ഫ്രോഡിന് തന്നെയാണ്. വിറ്റില്ലെങ്കിൽ തിരിച്ചെടുക്കാം. ഇവിടെ ഡീലർക്ക് സാധനം കിട്ടിയെങ്കിലും കൺട്രോൾ ശരിക്കും ട്രാൻസ്ഫർ ആയിട്ടില്ല. അതുകൊണ്ട് ഫ്രോഡ് മോട്ടോർക്കോ ഡീലർക്ക് കാർ കൊടുക്കുമ്പോൾ റവന്യൂ റെക്കോർഡ് ചെയ്യില്ല. ഡീലർ അത് എൻഡ് കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ മാത്രമേ ചെയ്യൂ. ഓക്കെ, പോയിന്റ് ഇൻ ടൈം റവന്യൂ റെക്കഗ്നിഷൻ മനസ്സിലായി. ഇനി എപ്പോഴാണ് ഓവർ ടൈം അഥവാ കാലക്രമേണ വരുമാനം രേഖപ്പെടുത്തേണ്ടത്? കൺട്രോൾ ഒരു പ്രത്യേക നിമിഷത്തിൽ കിട്ടാതെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, അതായത് ഒരു കാലയളവിലുടനീളം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ഓവർ ടൈം റവന്യൂ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് സാധാരണയായി സർവീസസ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ലോങ് ടേം കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകളിലോ ഒക്കെയാണ് കാണുന്നത്. IFRS 15 അനുസരിച്ച് 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ റവന്യൂ ഓവർ ടൈം റെക്കോർഡ് ചെയ്യണം. 1. കസ്റ്റമർക്ക് കമ്പനി ചെയ്യുന്ന ജോലി സേവനത്തിന്റെ ഗുണം അത് കിട്ടുന്ന അതേ സമയം തന്നെ കിട്ടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. സൈമൾട്ടേനിയസ്ലി റിസീവ്സ് ആൻഡ് കൺസ്യൂംസ് ദ ബെനിഫിറ്റ്സ്. ഉദാഹരണം, മാസാമാസം കൊടുക്കുന്ന സേവനങ്ങൾ, ക്ലീനിംഗ് സർവീസ് അല്ലെങ്കിൽ വേൾഡ് കമ്പനിയുടെ ടെക്നിക്കൽ സപ്പോർട്ട്. 2. കമ്പനിയുടെ പ്രവർത്തനം കസ്റ്റമർ കൺട്രോൾ ചെയ്യുന്ന ഒരു അസറ്റിനെ, ഉദാഹരണം കസ്റ്റമറുടെ സ്ഥലത്തുള്ള ബിൽഡിംഗ്, ഉണ്ടാക്കുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്യുന്നു. ക്രിയേറ്റ്സ് ഓർ എൻഹാൻസസ് ആൻ അസറ്റ് കൺട്രോൾഡ് ബൈ ദ കസ്റ്റമർ. 3. കമ്പനി ഉണ്ടാക്കുന്ന അസറ്റിന് കമ്പനിക്ക് വേറെ ഉപയോഗമില്ല. ആസറ്റ് ഹാസ് നോ ഓൾട്ടർനേറ്റീവ് യൂസ്. പിന്നെ ഇതുവരെ ചെയ്ത ജോലിക്ക് പണം കിട്ടാൻ കമ്പനിക്ക് നിയമപരമായി അവകാശമുണ്ട്. എൻഫോഴ്സബിൾ റൈറ്റ് ടു പേയ്മെന്റ് ഫോർ പെർഫോമൻസ് കംപ്ലീറ്റഡ് ടു ഡേറ്റ്. ഉദാഹരണം, കസ്റ്റമർക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ. ഈ 3-ൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടാൽ കോൺട്രാക്ട് തീരുന്നതുവരെ ഓരോ പീരീഡിലും, ഉദാഹരണം മാസം തോറും എത്രത്തോളം ജോലി കഴിഞ്ഞോ ആ പുരോഗതി അനുസരിച്ച് റവന്യൂ റെക്കോർഡ് ചെയ്യണം. ടെക്നിക്കൽ സപ്പോർട്ട് അത് ഈ ഓവർ ടൈം കാറ്റഗറിയിൽ വരും. അതിന് അലോക്കേറ്റ് ചെയ്ത $120 റവന്യൂ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? അതെ, ടെക്നിക്കൽ സപ്പോർട്ട് സാധാരണയായി ആ ഒന്നാമത്തെ കണ്ടീഷൻ, കസ്റ്റമർക്ക് അപ്പപ്പോ ബെനിഫിറ്റ് കിട്ടുന്നു, പാലിക്കും. അതുകൊണ്ട് ആ $120 റവന്യൂ 12 മാസ കാലയളവിൽ തുല്യമായിട്ട്, അതായത് ഓരോ മാസവും $10, 120/12 വെച്ച് റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. മറ്റ് ഓവർ ടൈം കോൺട്രാക്റ്റുകളിൽ ഈ പൂർത്തീകരണത്തിന്റെ പുരോഗതി, പ്രോഗ്രസ് ടുവേർഡ്സ് കംപ്ലീഷൻ, അളക്കാൻ ഒരു നല്ല മെത്തേഡ് ഉപയോഗിക്കണം. ഒന്നുകിൽ ഔട്ട്പുട്ട് മെത്തേഡ്സ്, അതായത് ചെയ്ത ജോലിയുടെ വാല്യൂ നോക്കിയിട്ട്, ഉദാഹരണം എത്ര യൂണിറ്റ് കഴിഞ്ഞു, സർവേ റിപ്പോർട്ട്. അല്ലെങ്കിൽ ഇൻപുട്ട് മെത്തേഡ്സ്, എത്ര റിസോഴ്സ് ഉപയോഗിച്ചു എന്ന് നോക്കിയിട്ട്, ഉദാഹരണം എത്ര രൂപ ചെലവായി, എത്ര മണിക്കൂർ ജോലി ചെയ്തു. ഏതാണ് ആ കോൺട്രാക്റ്റിന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് കമ്പനി തീരുമാനിക്കണം. കൊള്ളാം. ഈ 5 സ്റ്റെപ്പിലൂടെ പുറപ്പോ ഒരുവിധം എല്ലാ സാധാരണ കോൺട്രാക്റ്റിലും റവന്യൂ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലായി. എന്നാലും ഈ ബേസിക് പ്രിൻസിപ്പിൾസ് കൂടാതെ ചില പ്രത്യേകതരം ഇടപാടുകളെക്കുറിച്ചും ഈ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ടല്ലോ, അല്ലേ? ഉദാഹരണത്തിന് ഈ റീപർച്ചേസ് എഗ്രിമെന്റ്സ്, ബിൽ ആൻഡ് ഹോൾഡ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിനും IFRS 15 ഗൈഡൻസ് തരുന്നുണ്ട്. റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനി ഒരു അസറ്റ് വിൽക്കുന്നു, അതേസമയം തന്നെ അല്ലെങ്കിൽ പിന്നീട് അത് തിരിച്ചു വാങ്ങാൻ സമ്മതിക്കുന്നു. ഫോർവേഡ് ഓർ കോൾ ഓപ്ഷൻ. അല്ലെങ്കിൽ കസ്റ്റമർക്ക് അത് തിരിച്ചു വിൽക്കാൻ അവകാശം കൊടുക്കുന്നു, പുട്ട് ഓപ്ഷൻ. ഇവിടെ സാധനം കൈമാറിയാലും കൺട്രോൾ ശരിക്കും പോയോ എന്ന് സംശയിക്കണം. പ്രത്യേകിച്ചും കമ്പനി അത് തിരിച്ചു വാങ്ങാൻ നിർബന്ധിതനാണെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് തിരിച്ചു വാങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ. ഇത് പലപ്പോഴും ഒരു സെയിലായിട്ട് കാണാതെ ആ അസറ്റ് വെച്ചുള്ളൊരു ഫിനാൻസിംഗ് അറേഞ്ച്മെന്റ്, അതായത് ഒരു ലോൺ പോലെ അല്ലെങ്കിൽ ഒരു ലീസായിട്ടോ ഒക്കെയാണ് ട്രീറ്റ് ചെയ്യുക. ആർട്ഗ്ലൻ ഉദാഹരണം അത് കാണിക്കുന്നുണ്ട്. ബിൽ ആൻഡ് ഹോൾഡ് ആണെങ്കിലോ? അവിടെ സാധനം കസ്റ്റമർക്ക് കൊടുക്കാതെ കമ്പനി തന്നെ സൂക്ഷിക്കുകയല്ലേ? അപ്പോൾ റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ബിൽ ആൻഡ് ഹോൾഡ് അറേഞ്ച്മെന്റിൽ സാധനത്തിന്റെ ബില്ല് കൊടുക്കും, പക്ഷേ കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം കമ്പനി അത് തൽക്കാലം കയ്യിൽ വെക്കും. ഇവിടെ റവന്യൂ റെക്കോർഡ് ചെയ്യണമെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള 4 കണ്ടീഷൻസ് പാലിക്കണം. 1. ഈ അറേഞ്ച്മെന്റിന് ഒരു വ്യക്തമായ കാരണം വേണം, ഉദാഹരണം കസ്റ്റമർക്ക് സ്ഥലമില്ല. 2. ആ സാധനം കസ്റ്റമറുടേതാണെന്ന് പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിരിക്കണം.
3. അത് കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ റെഡിയായിരിക്കണം. 4. കമ്പനിക്ക് ആ സാധനം വേറെ ആർക്കെങ്കിലും കൊടുക്കാനോ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനോ പറ്റരുത്. ഈ 4 കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ മാത്രമേ സാധനം കയ്യിലിരിക്കുമ്പോൾ തന്നെ റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ജോഹാൻ എക്സാമ്പിളിലെ പാർട്ട് ബി ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റും. റവന്യൂ റെക്കോർഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റ്സ്, കോൺട്രാക്ട് കോസ്റ്റ്സ്, ചെലവുകൾ, പിന്നെ അതെങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കണം, പ്രസന്റേഷൻ എന്നതിനെക്കുറിച്ചും ചുരുക്കി പറയാം. ഒരു കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം വരുന്ന ചില എക്സ്ട്രാ കോസ്റ്റുകൾ, ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് എ കോൺട്രാക്റ്റ്, ഉദാഹരണത്തിന് സെയിൽസ് കമ്മീഷൻ, അതുപോലെ കോൺട്രാക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന ഡയറക്റ്റ് കോസ്റ്റുകൾ, കോസ്റ്റ് ടു ഫുൾഫിൽ എ കോൺട്രാക്റ്റ് ഒക്കെയുണ്ട്. ഈ കോസ്റ്റുകൾ ഭാവിയിൽ റവന്യൂ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ, അതായത് അത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ, അതിനെ അപ്പോൾ തന്നെ എക്സ്പെൻസ് ആക്കാതെ ഒരു അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യണം, ക്യാപിറ്റലൈസ്. എന്നിട്ട് ആ കോൺട്രാക്റ്റ് പീരിയഡിലോ അല്ലെങ്കിൽ ആ സാധനം സേവനം കൊടുക്കുന്നതിനനുസരിച്ചോ ആയിട്ട് അതിനെ പതുക്കെ എക്സ്പെൻസ് ആക്കണം, എമോർട്ടൈസ്. ഈ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാനുള്ള കോസ്റ്റിൽ ഡയറക്റ്റ് ലേബർ, മെറ്റീരിയൽസ്, ആ കോൺട്രാക്റ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അസറ്റിന്റെ ഡിപ്രീസിയേഷൻ, സൈറ്റ് സൂപ്പർവിഷൻ കോസ്റ്റൊക്കെ വരാം. ഇതിനൊരു ബിഗ് പിക്ചറിൽ നോക്കിയാൽ ഈ കോസ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നത് ഓരോ കോൺട്രാക്റ്റും ലാഭകരമാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ അത്യാവശ്യമാണ്. ശരി. അപ്പോൾ ഈ കോൺട്രാക്ട് അസറ്റും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എങ്ങനെയാണ് വരിക? ഒരു റിപ്പോർട്ടിംഗ് ഡേറ്റിൽ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ഒന്നുകിൽ ഒരു കോൺട്രാക്റ്റ് അസറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ലയബിലിറ്റി ഉണ്ടാവാം. സിമ്പിളായി പറഞ്ഞാൽ, കമ്പനി ജോലി ചെയ്തു അല്ലെങ്കിൽ സാധനം കൊടുത്തു, പക്ഷേ പണം ചോദിക്കാൻ ഒരു അൺകണ്ടീഷണൽ റൈറ്റ് ആയിട്ടില്ലെങ്കിൽ, അതായത് ഒരു റെസീവബിൾ ആയിട്ടില്ലെങ്കിൽ, അത് കോൺട്രാക്റ്റ് അസറ്റാണ്. നേരെ മറിച്ച് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പണം മുൻകൂട്ടി വാങ്ങി പക്ഷെ അതിന് പകരമുള്ള ജോലി സേവനം ഇനിയും കൊടുക്കാനുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് ലയബിലിറ്റിയാണ്. ഇതിനെ പലപ്പോഴും ഡെഫേർഡ് റവന്യൂ എന്നും പറയും. ഓവർ ടൈം കോൺട്രാക്റ്റുകളിൽ ഒരു പീരീഡിലെ റവന്യൂ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ തുക കസ്റ്റമർക്ക് ബില്ല് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ സാധാരണ കോൺട്രാക്ട് അസറ്റും, കുറവാണെങ്കിൽ കോൺട്രാക്ട് ലയബിലിറ്റിയുമാണ് ഉണ്ടാവുക. ഇതിന് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു 4 സ്റ്റെപ്പ് കാൽക്കുലേഷൻ മെത്തേഡൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു കോൺട്രാക്ട് തീർക്കാൻ വരുന്ന ആകെ കോസ്റ്റ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന റവന്യൂവിനേക്കാൾ കൂടുതലാണെന്ന് തോന്നിയാൽ ഒരു ഓണറസ് കോൺട്രാക്ട് ആ പ്രതീക്ഷിക്കുന്ന നഷ്ടം മുഴുവനായിട്ടും ഉടനടി ഒരു പ്രൊവിഷനായിട്ട് കാണിക്കണം. കാസൽ ഉദാഹരണത്തിലെ $2 മില്യൺ നഷ്ടം പോലെ. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി എന്താണ് അർത്ഥമാക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ IFRS 15 വെച്ചിട്ട് റവന്യൂ റെക്കോർഡ് ചെയ്യുക എന്നത് വെറുതെ പണം എപ്പോ കിട്ടി എന്നതിനെ മാത്രം നോക്കിയിട്ടുള്ള കാര്യമല്ല. മറിച്ച് എപ്പോഴാണ് ഒരു കമ്പനി ഓഫർ ചെയ്ത വാല്യൂ, അതായത് ആ സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ കൺട്രോള് കസ്റ്റമർക്ക് ശരിക്കും കൈമാറുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് അല്ലേ ആ 5 സ്റ്റെപ്പുകൾ. ഇതൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ശരിക്കും എങ്ങനെയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കാരണം ഇത് ക്യാഷ് ഫ്ലോയേക്കാൾ കൂടുതൽ ആ എക്കണോമിക് റിയാലിറ്റിയെ കാണിക്കാൻ ശ്രമിക്കുന്നു. തീർച്ചയായും ഈ 5 സ്റ്റെപ്പ് മോഡൽ ഒരു ക്ലിയർ ഫ്രെയിംവർക്ക് തരുന്നുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പല സ്ഥലത്തും നല്ല രീതിയിലുള്ള ജഡ്ജ്മെന്റും എസ്റ്റിമേഷനും, സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റ് ആൻഡ് എസ്റ്റിമേഷനും ആവശ്യമായി വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, ഈ വേരിയബിൾ കൺസിഡറേഷൻ എത്ര വരുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഓരോ പെർഫോമൻസ് ഒബ്ലിഗേഷന്റെയും സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ചും അത് നേരിട്ട് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഓവർ ടൈം കോൺട്രാക്റ്റിന്റെ പ്രോഗ്രസ് എങ്ങനെ ഏറ്റവും നന്നായി അളക്കാം എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയെല്ലാം കമ്പനിക്ക് ലോജിക്കലായതും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതുമായ അസംഷൻസ് എടുക്കേണ്ടി വരും. ശരിയാണ്. ആ ജഡ്ജ്മെന്റ്സ് ആണ് ഈ റിപ്പോർട്ടിങ്ങിനെ റിയാലിറ്റിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാനൊരു കാര്യം. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ സർവീസ് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ ഒരു സ്ട്രീമിംഗ് സർവീസ്, ഒരു ഓൺലൈൻ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷനൊക്കെ ആവാം. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ IFRS 15 പ്രിൻസിപ്പിൾസ് വെച്ച് നോക്കുമ്പോൾ ആ കമ്പനി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സബ്സ്ക്രിപ്ഷൻ ഫീ അവരെങ്ങനെയായിരിക്കും റവന്യൂ ആയി റെക്കോർഡ് ചെയ്യുന്നത്? നിങ്ങൾ പൈസ കൊടുക്കുന്ന ആ നിമിഷം തന്നെ മുഴുവൻ എമൗണ്ടും അവർ റവന്യൂ ആയിട്ട് എടുക്കുമോ പോയിന്റ് ഇൻ ടൈം? അതോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പീരീഡിൽ വീതിച്ചാണോ റെക്കോർഡ് ചെയ്യുന്നത്?
എന്തുകൊണ്ടായിരിക്കും അവർ ആ രീതി ഫോളോ ചെയ്യുന്നത്? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ വിശദമായ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് വളരെ നന്ദി.